റജി, ഇപ്പോൾ നേരത്തെ വസീഫ് സംസാരിച്ചു തുടങ്ങിയത് വയനാട് വളരെ ഗൗരവമുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടം വരെ നിന്നു. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ക്ഷീണവും ആക്ഷേപവുമായി എന്ന പ്രശ്നമുണ്ട്. ജനങ്ങൾക്കിടയിൽ ഒരു ചോദ്യമുണ്ട്. കാരണം ഞാനത് നേരത്തെ പറഞ്ഞപ്പോഴാണ് റജി ചർച്ചയിലേക്ക് കയറി വന്നത്. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പിരിച്ച പണം കൊടുത്ത് ഭൂമി വാങ്ങാനേ കഴിയുമായിരുന്നുള്ളൂ എങ്കിൽ അത് ചെയ്ത് ആ കാര്യം ജനങ്ങളോട് പറയുകയായിരുന്നില്ലേ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ചെയ്യേണ്ടിയിരുന്നത്? പകരം നിങ്ങൾ ആളെ പറ്റിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൊണ്ടുവന്ന് എന്തിനു തറക്കല്ലിടുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ ഇത് പണിയാൻ പണമില്ല. അതുകൊണ്ടാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഒന്നിലും ഒരു കല്ല് പോലും അവിടെ ഇറക്കാതിരുന്നത്. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിലും വലിയ കള്ളമല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? പണി തുടങ്ങി. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ഏറ്റവും അധികം സംശയിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഇത്രയ്ക്ക് ആളുകൾക്ക് വലിയ സംശയം തോന്നിപ്പിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ എക്സ്പോസ്ഡ് ആയില്ലേ കോൺഗ്രസ് നേതൃത്വം? അതെന്തിനു വേണ്ടിയായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് കടന്നുകൂടാൻ വേണ്ടി മാത്രമായിരുന്നില്ലേ? അങ്ങനെ ചെയ്യാമായിരുന്നോ എന്ന ചോദ്യം വോട്ടർമാരുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട നിലയിൽ നിൽക്കുകയല്ലേ? പ്രചാരണം അവസാനിക്കുമ്പോഴും കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ പ്രതിബന്ധം അതിനെയല്ലേ? പ്രതിപക്ഷത്തിരുന്നിട്ട് ഇതാണ് അഴിമതിയിൽ ആറാടി നിൽക്കുന്നൊരവസ്ഥ നിങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷത്തായിട്ടുമുണ്ട് എന്നൊരു പ്രശ്നം ഇത് നിൽക്കുകയല്ലേ, നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയല്ലേ? എന്തും പെടാപ്പാട് വിട്ടില്ലേ നിങ്ങളുടെ നേതാക്കളൊക്കെ ഇത് പറയാൻ, ആളുകളെ ബോധ്യപ്പെടുത്താൻ? കൈരളിയുടെ ഓരോ ചോദ്യത്തിനും എന്തൊക്കെ തരത്തിലാണ്. ഒരു തവണ വി ഡി സതീശൻ തന്നെ പറഞ്ഞു, എന്നോട് 50 ചോദ്യം ചോദിക്കാനല്ലേ പറ്റൂ, ഉത്തരം പറയണ്ടേ? ഉത്തരം ഞങ്ങൾക്ക് വേണ്ടി പറയണ്ട, പക്ഷേ വസ്തുനിഷ്ഠമായി പറയണ്ടേ? ചോദിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഏപ്രിൽ ആദ്യം മുതൽ തുടർച്ചയായി അദ്ദേഹത്തോടും കെ സി വേണുഗോപാലിനോടും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയോടും സണ്ണി ജോസഫിനോടും കൈരളി ഇക്കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഇത് പലതും പറയാൻ നിർബന്ധിതമായത് എന്നതുകൂടിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട നിലയിൽ പറയാതെ പോകാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, കെ സുധാകരൻ വിവാദമൊക്കെ ഒന്ന് കെട്ടടങ്ങിയതാണ്. ഏറ്റവും അവസാനം നോക്കൂ, ഇന്നും ഈ പ്രചാരണം തീരുന്ന ദിവസവും അദ്ദേഹത്തിനെതിരെ സണ്ണി ജോസഫ് ഒരു കത്ത് എഴുതിയെന്ന് പറയുന്നു, ഖാർഗെയ്ക്ക് വി ഡി സതീശൻ എഴുതിയെന്ന് പറയുന്നു. അത് വ്യാജമാണെന്ന് അവർ പറയുന്നു. പക്ഷേ കെ സുധാകരൻ ആ വിശ്വാസം വന്നിട്ടില്ല, അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ആ നിലയിൽ അതിന് പ്രതികരിച്ചുകൊണ്ട് DGPക്ക് അദ്ദേഹവും പരാതി നൽകുന്നു. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പ്രചാരണത്തിൻ്റെ അവസാനവും വളരെ പ്രതികൂലമായി പ്രതിപക്ഷ മുന്നണിയെ ബാധിക്കും വിധം നിൽക്കുകയായിരുന്നില്ലേ റജി? ശരത്ത്, ഈ വയനാടൊന്ന് ഉള്ള ഒരു പദം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനെതിരെ എന്ത് പദപ്രയോഗം നിങ്ങൾ നടത്തുമായിരുന്നു? നിങ്ങൾക്ക് ഒന്നുമില്ല. 10 വർഷമായി ഭരണത്തിലിരിക്കുന്ന ഞാൻ പറയട്ടെ, ഈ അവാസ്തവമായിട്ടുള്ള വയനാടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തികച്ചും തെറ്റാണെന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇവിടെ DYFIയുടെ പ്രസിഡന്റ് ശ്രീമാൻ വസീഫുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പ്രത്യേകത നമുക്കറിയാം. എതിരഭിപ്രായം പറഞ്ഞ ഒരു കരിങ്കൊടി കാണിച്ചവരെ ചെടിച്ചട്ടി കൊണ്ട് തല തല്ലിപ്പൊളിച്ച ഒരു സംഘടനയുടെ നേതാവായ അദ്ദേഹം പറയുന്നത് ഈ UDFനെതിരെ അഴിമതി ആരോപണങ്ങൾ ശക്തമായിട്ടില്ല എന്നുള്ളതും അതുപോലെ ഏകപക്ഷീയമായി ഞങ്ങൾ വിജയം നേടുമെന്നൊക്കെ ഈ ഘട്ടത്തിൽ 10 വർഷത്തെ ഭരണം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ 9 മണിക്കൂറിന് മുമ്പ് ഈ കേരളത്തിൽ വലിയ ഒരു വെളിപ്പെടുത്തൽ ശ്രീമാൻ മാത്യു കുഴൽനാടൻ നടത്തുകയുണ്ടായി. അതായത് 2018 പ്രളയം മാൻമെയ്ഡ് ആയിരുന്നു എന്ന് ഇന്നത്തെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറയുന്ന വാക്കുകൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെട്ടിരിക്കുകയാണ്. ധാർമ്മികത ഉണ്ടെങ്കിൽ ആ മന്ത്രി ഇപ്പോൾ തന്നെ രാജിവെച്ച് വീട്ടിയിരിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ്. ഈ കേരളത്തിലെ ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും അദ്ദേഹം കാണിക്കണം. അപ്പോൾ കേരളത്തെ മഹാപ്രളയത്തിൽ മുക്കി ഏതാണ്ട് 483 ആളുകളാണ് മരണപ്പെട്ടത്. 40,000 കോടി രൂപയുടെ നഷ്ടം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അത് മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ദുരന്തമാണ്, കരിമണൽ ലോബിയെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ള ആരോപണം പറയുന്നതാരാണ്? അത്തരത്തിലുള്ളൊരു ആരോപണം പറയുന്നത് പ്രതിപക്ഷമല്ല, ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണെന്ന് അങ്ങ് മനസ്സിലാക്കണം. 2 ഡസനോളം അഴിമതി ആരോപണങ്ങളിൽ പെട്ട് അതൊന്നുപോലും അന്വേഷിക്കാതെ ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വരുമ്പോൾ അതിൽ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ, പത്മകുമാറായാലും വിജയകുമാറും വാസുവും ശങ്കർദാസും ഒക്കെ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബാലൻസിന് വേണ്ടി നിങ്ങൾ വയനാട് കാര്യത്തെ എടുത്തിടുന്നതിൽ ഒരു നിമിഷം റജി, ഏതായാലും ആ ചർച്ചയിൽ താങ്കളുടെ ഭാഗത്തിന് വേണ്ടി താങ്കളത് ബാലൻസ് ചെയ്യാൻ വേണ്ടി വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. വസീഫിലേക്ക് നമുക്കതുമായി ബന്ധപ്പെട്ട് പോകാം. ഞാൻ ഇതിലെ രാഷ്ട്രീയ ചോദ്യമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ ഒരു ചോദ്യമില്ലേ, ഞാനത് ആവർത്തിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് ഭൂമി വാങ്ങാനേ കഴിയുമായിരുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ കയ്യിലെ പണം കൊണ്ട് ഭൂമി വാങ്ങി വീടുകൾ വെക്കാൻ ഞങ്ങൾ തുടർ നടപടികൾ സ്വീകരിച്ച് പണം പിരിക്കും, എന്നിട്ട് വെക്കും എന്നല്ലേ പറയേണ്ടിയിരുന്നത്? പകരം നിങ്ങൾ പണി തുടങ്ങി എന്ന് പറഞ്ഞത് കളവായിരുന്നില്ലേ?
അങ്ങനെ എന്തിന് ആളുകളെ പറ്റിച്ചു? ഇത് രാഷ്ട്രീയ ചോദ്യമല്ല, ആളുകളുടെ മനസ്സിലെ ചോദ്യമാണ്. ബഹുമാനപ്പെട്ട ശ്രീ ശരത്ത്, എങ്ങനെ ഉത്തരം പറയണം എന്ന് നമുക്ക് ഒരു പ്രതിപക്ഷത്തിനോട് അങ്ങനെ ഇവരിങ്ങനെ ആയിരിക്കണം ഉത്തരം പറയുന്നത് എന്ന് പറയുക അത് ഒരു യുക്തിസഹമായിട്ടുള്ള ഒന്നല്ല. നടപടിയെക്കുറിച്ചാണ് ചോദിച്ചത്, ഉത്തരത്തിനല്ല. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ കയ്യിലെ പണം കൊണ്ട് നിങ്ങൾക്ക് ഭൂമി വാങ്ങാനേ കഴിഞ്ഞുള്ളൂ. നല്ല കാര്യം, വാങ്ങിച്ചല്ലോ. ആ ഭൂമി വാങ്ങിച്ചതിൽ തുടർന്ന് അങ്ങോട്ട് വീട് വെക്കാൻ കയ്യിൽ പണമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തറക്കല്ലിട്ട ആളുകളെ മറ്റൊരു പ്രതീതി കൊടുത്തത് എന്തിന്? പണി തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്തിന്? അത് ശരിയായ നടപടിയല്ലല്ലോ എന്ന് ആളുകൾ ഇപ്പോൾ പറയുന്നില്ലേ? അതേക്കുറിച്ചാണ് റജി എന്ത് പറയുന്നത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭരണകക്ഷി അംഗങ്ങൾ കോൺഗ്രസിൻ്റെ വയനാട് കളക്ഷനെ സംബന്ധിച്ച് കണക്ക് പുറത്തുവിടാമോ എന്ന് വെല്ലുവിളിച്ചു. എന്റെ ചോദ്യം കൺസിഡർ ചെയ്തിട്ട് താങ്കൾ എന്നും പറഞ്ഞു. ഞാൻ ചോദിച്ചത് വസീഫിന്റെ ചോദ്യമല്ല, CPIMന്റെ ചോദ്യമല്ല, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ ഈ വോട്ടർമാർ ന്യായമായും ചോദിക്കാനിടയുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എന്തിന് നിങ്ങൾ അവിടെ പണി തുടങ്ങിയെന്ന് പറഞ്ഞു? നിങ്ങൾ എന്തിനു തറക്കല്ലിട്ടു എന്ന് ആളുകൾ ചോദിച്ചാൽ എന്ത് പറയും? അതാ ഞാൻ വേറൊരു കാര്യമാണ് ചോദിച്ചത്. അതെ, ഞാൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ചോദിക്കട്ടെ. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ടിൻ്റെ കണക്ക് അവതരിപ്പിക്കണമെന്ന് കേരളത്തിലെ ജനങ്ങളും CPMന്റെ സമുന്നതരായ TK ഗോവിന്ദൻ, V മധുസൂദനൻ ഉൾപ്പെടെ ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആൻസർ പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ പറയാം. ഇന്നും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി M സ്വരാജ് വാർത്താ സമ്മേളനം നടത്തി വളരെ വിശദമായി ഇതേക്കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് റജിക്ക് മറുപടി പറയാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. ആ പാർട്ടി ഇന്നും പറഞ്ഞതാണ്. ഞാൻ പറയാം. UDFന് വേണ്ടി UDFന്റെ കക്ഷികൾ എല്ലാം കൂടി എത്ര കോടി രൂപയാണ് പിരിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. CPM എന്ന് പറയുന്ന കക്ഷി 90 ലക്ഷം രൂപ മാത്രമാണ്. എന്റെ ചോദ്യമല്ല, നിങ്ങൾ പിരിച്ച പണത്തിന് നിങ്ങൾക്ക് ഭൂമി വാങ്ങാനേ കഴിഞ്ഞുള്ളൂ, അത്രയ്ക്കേ പണം ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്തിനാണ് വീട് വെക്കുന്നു എന്നൊരു പ്രതീതി ആളുകളിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്തത്? അതെന്തിനു വേണ്ടിയായിരുന്നു? ശ്രീ ശരത്ത്, ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് അതിന്റെ പ്രാഥമികമായിട്ടുള്ള അപേക്ഷ കൊടുക്കുമ്പോൾ മുതൽ വീടിന്റെ നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കുകയാണ്. അപേക്ഷ കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? കയ്യിൽ പണമില്ല. എന്നിട്ട് നിങ്ങൾ തറക്കല്ലിട്ടു. എന്നിട്ടും നിങ്ങൾ അവിടെ പണി തുടങ്ങി നടക്കുന്നു എന്ന് VD സതീശൻ പറഞ്ഞത് എന്തിനു വേണ്ടി? സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിന് 1 വർഷത്തെ സമയമെടുത്തു. മുസ്ലിം ലീഗ് ഭൂമി ഏറ്റെടുത്തപ്പോൾ അതിന് തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് വില്ലേജ് വേറെ വിശദീകരണങ്ങളാണ്. ഞാൻ ഈ പോയിന്റ് പ്ലീസ്, ഇത് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്താണ്. ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ കയ്യിലെ പണം കൊടുത്ത് ഭൂമി വാങ്ങി, അത്രയും ശരിയായി നടന്നല്ലോ. അത് കഴിഞ്ഞ് നിങ്ങളുടെ പണമില്ലെങ്കിൽ പിന്നെ പണി നടക്കുന്നു, വീട് വെക്കുന്നു എന്ന് ആളുകളോട് നിങ്ങൾ പറഞ്ഞത് എന്തിന്? ആ ഭാഗത്തിനാണ് റജിയുടെ ഒരു മറുപടി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമാണ്. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പണം ഞങ്ങൾ സമാഹരിക്കും, വീട് ഞങ്ങൾ വെച്ചു കൊടുക്കും. മുസ്ലിം ലീഗ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് വീട് അപ്പൊ പിന്നെ പ്രതിപക്ഷ നേതാവ് പണി തുടങ്ങി എന്ന് പറഞ്ഞ എന്തിനാണ്? പ്രതിപക്ഷ നേതാവ് പണി തുടങ്ങി എന്ന് പറഞ്ഞ എന്തിനാണ്? ഒരു ഭവന പദ്ധതി തുടങ്ങുക എന്ന് പറയുന്നത് അവിടെ അതിന്റെ കെട്ടിടം മേലോട്ട് കെട്ടുമ്പോൾ മുതലല്ല ആരംഭിക്കുന്നത്. അത് മനസ്സിലാക്കുക. എന്താണ് ഒന്ന് പറഞ്ഞതാ? നോക്കൂ, ഒരു ഭൂമി ഏറ്റെടുത്താൽ, ഒരു വീട് വെക്കാനുള്ള ഭൂമി ഏറ്റെടുത്താൽ ആ ഭൂമി സംബന്ധമായിട്ട് റെക്കോർഡുകളും കറക്റ്റ് ആയിരിക്കണം. അത് സംബന്ധിച്ചുള്ള അത് കഴിഞ്ഞു സാർ. അതാണല്ലോ പണം മുടക്കി രജിസ്റ്റർ ചെയ്തത്. വീട് വെക്കുക എന്ന് പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ വാനം വെട്ടി അടിത്തറ കെട്ടണം, അതിന് കരിങ്കല്ലിറക്കണം, അല്ലെങ്കിൽ എന്താണ് ഇഷ്ടികയും മറ്റു കാര്യങ്ങളും ഇറക്കണം. ഇത് വല്ലതും ഇറക്കിയോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എല്ലാം നടക്കുന്നു എന്ന്. ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചുള്ളൂ. ഇപ്പോഴും അതിന് ഉത്തരം റജി പറഞ്ഞിട്ടില്ല. സ്കെച്ചും പ്ലാനും വേണ്ടേ? സർക്കാർ ഭൂമി നൽകുമെന്ന് അവരെ മോഹിപ്പിച്ചു. പക്ഷേ നിങ്ങൾ സർക്കാർ പറഞ്ഞത്